Bar and Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Adventist Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 ജൂൺ 22 തിങ്കളാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. രാജ്യം നേരിട്ട വെല്ലുവിളികളും ശത്രുതാപരമായ നീക്കങ്ങൾക്കെതിരെയുള്ള പ്രതിരോധവും കൃത്യമായ തെളിവുകളോടെ വരും തലമുറയ്ക്കായി രേഖപ്പെടുത്തുകയാണ് ഈ സമിതിയുടെ ലക്ഷ്യം. ഗതാഗത വാർത്താവിനിമയ മന്ത്രി ഡോക്ടർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫ ചെയർമാനായ സമിതിയിൽ വിവിധ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികൾ അംഗങ്ങളായിരിക്കും. യഥാർത്ഥ വസ്തുതകൾ സംരക്ഷിക്കാനും തെറ്റായ പ്രചരണങ്ങളെ പ്രതിരോധിക്കാനും ഈ ചരിത്ര രേഖപ്പെടുത്തൽ സഹായിക്കുമെന്ന് ഷൂറ കൗൺസിൽ ചെയർമാനും പാർലമെന്റ് സ്പീക്കറും വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങൾക്കിടയിലെ വ്യാപാരം സുഗമമാക്കുക, വിതരണ ശൃംഖലകൾ ശക്തമാക്കുക, കസ്റ്റംസ് യൂണിയൻ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ GCC വ്യവസായ അണ്ടർ സെക്രട്ടറിമാരുടെ 9ാമത് അസാധാരണ യോഗം ബഹ്റിനിൽ നടന്നു. GCC ദേശീയോൽപ്പന്നം എന്നതിന് കൃത്യമായ നിർവചനം നൽകുന്നതിനൊപ്പം കസ്റ്റംസ് സംരക്ഷണം, എണ്ണയിതര മേഖലകളുടെ വളർച്ച എന്നിവയും യോഗം ചർച്ച ചെയ്തു. ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ തക്കവണ്ണം ഗൾഫ് വിതരണ ശൃംഖലകളെ സജ്ജമാക്കുകയാണ് ഈ സംയുക്ത നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വരുന്ന ഒക്ടോബറിൽ ബഹ്റിൻ ആതിഥേയത്വം വഹിക്കുന്ന മെയ്ഡ് ഇൻ ദി GCC ഫോറത്തിന്റെ ഒരുക്കങ്ങളും യോഗം വിലയിരുത്തി. ബഹ്റിനിലെ ഫുഡ് ട്രക്ക് മേഖലയുടെ സുരക്ഷ, പൊതുജനാരോഗ്യം, നഗരഭംഗി എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള പുതിയ നിബന്ധനകൾ പുറപ്പെടുവിപ്പിച്ചു. വ്യാപാരികൾക്ക് തങ്ങളുടെ പദവി ക്രമീകരിക്കാനായി 2026 ജൂൺ 21 മുതൽ ഡിസംബർ 21 വരെ 6 മാസത്തെ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. പുതിയ നിയമപ്രകാരം ട്രക്ക് സ്ഥാപിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥന്റെ മുൻകൂർ അനുമതി നിർബന്ധമാണ്. കൂടാതെ റോഡ് റിസർവുകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. താമസ കെട്ടിടങ്ങൾക്ക് തൊട്ടുമുന്നിൽ ഫുഡ് ട്രക്കുകൾ പാർക്ക് ചെയ്യാൻ പാടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ബിസിനസ് തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വ്യാപാരികൾ ഈ സമയപരിധിക്കുള്ളിൽ നിയമ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. ബഹ്റിൻ കേരളീയ സമാജം ഹാളിൽ ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യോഗാ ദിനാചരണത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. കുട്ടികളും മുതിർന്നവരും ഒരേ താളത്തിൽ അണിനിരന്ന പ്രത്യേക യോഗാ സെഷൻ ചടങ്ങിന്റെ മുഖ്യ ആകർഷണമായി. മനുഷ്യബന്ധങ്ങളെ ശക്തമാക്കാനും സാമൂഹിക സൗഹാർദ്ദം വളർത്താനും യോഗയ്ക്ക് സാധിക്കുമെന്ന് മുഖ്യാതിഥിയായ മുൻമന്ത്രി അബ്ദുൽ നബി അൽ ഷുവാല പറഞ്ഞു. യോഗ ഇന്ന് ആഗോളതലത്തിൽ ഒരുമയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണെന്നും വിവിധ കമ്മ്യൂണിറ്റികളുടെ പങ്കാളിത്തം സഹവർത്തിത്വത്തിന്റെ മൂല്യങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് വ്യക്തമാക്കി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിൽ ദ ഇന്ത്യൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ യോഗ സെഷൻ സംഘടിപ്പിച്ചു. ക്ലബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും അതിഥികളും ഉൾപ്പെടെ വലിയൊരു ജനപങ്കാളിത്തമാണ് പരിപാടിയിലുണ്ടായിരുന്നത്. ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി നിയോഗിച്ച യോഗാചാര്യൻ ഡോക്ടർ നർപാൽ സിംഗ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ദീർഘായുസ്സും സമഗ്ര ആരോഗ്യവും ലക്ഷ്യമിട്ടുള്ള പ്രത്യേക ആസനങ്ങളും പ്രാണായാമവും അദ്ദേഹം അഭ്യസിപ്പിച്ചു. ശാരീരിക മാനസികാരോഗ്യത്തിനായി യോഗ വർഷത്തിൽ 365 ദിവസവും ജീവിതശൈലിയുടെ ഭാഗമാക്കാൻ ചടങ്ങിൽ സംഘാടകർ ആഹ്വാനം. ഇന്ത്യൻ സ്കൂൾ ബഹ്റിൻ 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വിപുലമായ ചടങ്ങിൽ 6 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ 170യോളം വിദ്യാർത്ഥികൾ അണിനിരന്ന കൂട്ടായ യോഗാ പ്രദർശനം ശ്രദ്ധേയമായി. ദേശീയഗാനത്തോടെ ആരംഭിച്ച ചടങ്ങിൽ സാംസ്കാരിക നൃത്തവിരുന്നും കോമൺ യോഗ പ്രോട്ടോകോൾ പ്രകാരമുള്ള വിവിധ യോഗാസനങ്ങളും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ശാരീരികക്ഷമതയും മാനസികാരോഗ്യവും നിലനിർത്താൻ യോഗ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ചടങ്ങിൽ ആഹ്വാനം ചെയ്തു. പരിപാടി വൻ വിജയമാക്കിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്കൂൾ ഭരണസമിതി അഭിനന്ദിച്ചു. റിഫ മലയാളി അസോസിയേഷന്റെയും ഫിറ്റ് 19 ഫിറ്റ്നസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക യോഗാ ദിനം വിപുലമായി ആചരിച്ചു. സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിൽ ശാരീരിക മാനസികാരോഗ്യം നിലനിർത്താനും ചിന്താശേഷിയെ ഏകോപിപ്പിക്കാനും യോഗയിലൂടെ സാധിക്കുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് പൊൻകുന്നം സോബി പ്രസ്താവിച്ചു. ചടങ്ങിൽ ഷഫീന നൌഷാദ് യോഗ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുകയും വിവിധ ആസനങ്ങളെക്കുറിച്ചും അവയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും വിശദീകരിക്കുകയും ചെയ്തു. റൌഫ് എസ്റ്റേറ്റ് മുക്ക്, നൌഷാദ് അബ്ദുൾ റഷീദ് എന്നിവരുൾപ്പെടെയുള്ള അസോസിയേഷൻ ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാലാവധി കഴിഞ്ഞ ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ വ്യാജ ലേബലുകൾ ഒട്ടിച്ച് വിൽക്കാൻ ശ്രമിച്ച കേസിൽ ബഹ്റിൻ ലോവർ ക്രിമിനൽ കോടതി കഠിന ശിക്ഷ വിധിച്ചു. തട്ടിപ്പിന് നേതൃത്വം നൽകിയ ആക്ടിംഗ് മാനേജർക്ക് 3 വർഷം തടവും 10,000 ദിനാർ പിഴയും മറ്റു 3 തൊഴിലാളികൾക്ക് 1 വർഷം വീതം തടവും നാടുകടത്തലുമാണ് ശിക്ഷ. കുറ്റകൃത്യം നടന്ന സ്ഥാപനം 6 മാസത്തേക്ക് അടച്ചുപൂട്ടാനും പിടിച്ചെടുത്ത വ്യാജോൽപ്പന്നങ്ങൾ നശിപ്പിക്കാനും കോടതി ഉത്തരവിട്ടു. പൊതുജനാരോഗ്യം മുൻനിർത്തി ഇത്തരം ഗുരുതരമായ നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അധികൃതർ വ്യക്തമാക്കി.
വ്യാജ സർവകലാശാല ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ബഹ്റൈനിലെ സ്വകാര്യ സ്കൂളിൽ ജോലി നേടാൻ ശ്രമിച്ച വിദേശ വനിതയ്ക്ക് കോടതി 6 മാസം തടവും ശിക്ഷയ്ക്ക് ശേഷം നാടുകടത്തലും വിധിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയം നടത്തിയ യോഗ്യതാ പരിശോധനയിലാണ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തിയത്. ഔദ്യോഗിക പരിശോധനകളിൽ രേഖകൾ വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് കോടതിയുടെ കർശന നടപടി. ബഹ്റൈൻ ഭരണകൂടത്തോടും രാജ്യത്തോടുമുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് OICC പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസികൾ പ്രതിജ്ഞയെടുത്തു. സ്വദേശികളെയും വിദേശികളെയും ഒരുപോലെ കരുതുന്ന ഭരണകൂടം പ്രവാസികൾക്ക് മികച്ച സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവുമാണ് നൽകുന്നതെന്ന് യോഗം വിലയിരുത്തി. ജില്ലാ പ്രസിഡന്റ് അലക്സ് മഠത്തിൽ അധ്യക്ഷത വഹിച്ച യോഗം ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി സയ്യിദ് MS പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിവിധ OICC നാഷണൽ ജില്ലാ ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റൈൻ രാജ്യത്തോടും ഭരണാധികാരി ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയോടുമുള്ള കൂറും പ്രതിബദ്ധതയും ദൃഢമാക്കുന്നതിനായി അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ മലയാള വിഭാഗം വിശ്വസ്തത രേഖ ഒപ്പുവയ്ക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ഗുദൈബിയ അൽമന്നായി ഹാളിൽ നടന്ന പരിപാടിയിൽ മന്നായി സെന്റർ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ വിവിധ പ്രവാസി സമൂഹങ്ങളിൽ നിന്നുള്ള വൻ പങ്കാളിത്തമുണ്ടായി. ചടങ്ങിൽ സെന്റർ ഭാരവാഹികളായ ഹംസ കെ അഹമ്മദ്, MM റിസാലുദ്ദീൻ, ഹംസ അമ്മേത്ത് എന്നിവർ നേതൃത്വം നൽകി. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjan's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് Send money from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993. ബഹ്റൈനോടും ഭരണാധികാരികളോടുമുള്ള മലയാളി സമൂഹത്തിന്റെ വിശ്വസ്തതയും പിന്തുണയും പ്രകടിപ്പിച്ചുകൊണ്ട് സമസ്ത ബഹ്റൈൻ ക്യാപിറ്റൽ കമ്മ്യൂണിറ്റി സെന്ററുമായി സഹകരിച്ച് സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മനാമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഷെയ്ഖ് അഹമ്മദ് അൽ ഖറാത്തയുടെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ സമസ്ത ബഹ്റൈൻ വർക്കിംഗ് പ്രസിഡന്റ് VK കുഞ്ഞഹമ്മദ് ഹാജി, ജനറൽ സെക്രട്ടറി SM അബ്ദുൽ വാഹിദ് എന്നിവർ ചേർന്ന് ഒപ്പുവെച്ച് ക്യാമ്പയിന് തുടക്കം കുറിച്ചു. സമാധാനവും സഹവർത്തിത്വവും ഉറപ്പാക്കുന്ന ബഹ്റൈൻ ഭരണകൂടത്തിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും പ്രവാസി സമൂഹം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സ്കൂൾ ജൂനിയർ വിഭാഗത്തിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള സ്റ്റുഡന്റ് കൗൺസിലിന്റെ ഔപചാരിക സ്ഥാനാരോഹണ ചടങ്ങ് റിഫ ക്യാമ്പസിൽ നടന്നു. ഹെഡ് ബോയ് റിഷ്വന്ത് ശിവകുമാർ, ഹെഡ് ഗേൾ യാന ഫെബീഷ് എന്നിവരുൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട 25 വിദ്യാർത്ഥി ലീഡർമാർ ചടങ്ങിൽ ബാഡ്ജുകൾ സ്വീകരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി V രാജപാണ്ഡ്യൻ, പ്രിൻസിപ്പൽ പമേല സേവ്യർ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ പുതിയ നേതാക്കൾ ആത്മവിശ്വാസത്തോടെയും സേവന മനോഭാവത്തോടെയും മാതൃകാപരമായി പ്രവർത്തിക്കാൻ ഭാരവാഹികൾ ആശംസകൾ നേർന്നു. ഹരിപ്പാട് നിവാസികളുടെ കൂട്ടായ്മയായ ഹരിഗീതപുരം ബഹ്റിനും മനാമ ഷിഫ അൽ ജസീറ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ 350ഓളം പ്രവാസികൾ പങ്കെടുത്തു. വിപുലമായ ആരോഗ്യ പരിശോധനകൾക്കൊപ്പം വിദഗ്ധർ നയിച്ച ആരോഗ്യ ബോധവൽക്കരണ സെമിനാറുകളും ക്യാമ്പയിനിന്റെ ഭാഗമായി നടന്നു. സനൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഔദ്യോഗിക ചടങ്ങിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സോമൻ ബേബി ഉൾപ്പെടെയുള്ള പ്രമുഖർ സംബന്ധിച്ചു. ക്യാമ്പിന്റെ വിജയകരമായ നടത്തിപ്പിന് സഹകരിച്ച ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ ആദരിക്കുകയും ഹരിഗീതപുരത്തിന്റെ വിവിധ വിങ്ങുകൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു.
ബഹ്റിനിലെ കൊല്ലം സ്വദേശികളുടെ കൂട്ടായ്മയായ കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം വിവിധ ഏരിയകളിൽ നിന്നുള്ള 100-ലധികം പ്രതിനിധികളുടെ പങ്കാളിത്തത്തോടെ KCA ഹാളിൽ വെച്ച് നടന്നു. പ്രസിഡന്റ് അനോജ് മാസ്റ്റർ പതാക ഉയർത്തിയതോടെ ആരംഭിച്ച സമ്മേളനം വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പ്രവർത്തന സാമ്പത്തിക റിപ്പോർട്ടുകൾ പാസാക്കുകയും പുതിയ സെന്റർ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഭാരവാഹികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. നിലവിലെ യുദ്ധസാഹചര്യത്തിൽ സ്വദേശികൾക്കും പ്രവാസികൾക്കും സുരക്ഷിതത്വമൊരുക്കുന്ന ബഹ്റിൻ ഭരണകൂടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രത്യേക പ്രമേയവും ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി പാസാക്കി. ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റിൻ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സൽമാബാദ് അൽ ഹിലാൽ ഹോസ്പിറ്റലിൽ വച്ച് ലോക രക്തദാന ദിനം വിപുലമായി ആഘോഷിച്ചു. ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഗോപിനാഥ് മേനോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് ഡോക്ടർ പൃഥ്വിരാജ്, ഷിഹാബുദ്ദീൻ എന്നിവർ രക്തദാന ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ദിനാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിലെ വിജയികളായ ഹന അജ്മൽ, ഭദ്ര കൃഷ്ണപ്രസാദ്, സന അഷ്റഫ്, അനൈത ഷാജിൽ എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൂടാതെ കഴിഞ്ഞ ഒരു വർഷമായി BDKയുടെ രക്തദാന ക്യാമ്പുകളുമായി സഹകരിച്ച ബഹ്റിനിലെ വിവിധ പ്രമുഖ സംഘടനകളെയും ചടങ്ങിൽ ആദരിച്ചു. ബഹ്റിൻ കേരള സമാജം വനിതാവേദിയുടെ 2026-2028 പ്രവർത്തന വർഷത്തേക്കുള്ള പുതിയ 10-അംഗ നിർവാഹക സമിതി നിലവിൽ വന്നു. മോഹിനി തോമസ് പ്രസിഡന്റായും നിമ്മി റോഷൻ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. വിജന സന്തോഷ് വൈസ് പ്രസിഡന്റ്, സൈറ പ്രമോദ് അസിസ്റ്റന്റ് സെക്രട്ടറി, ആതിര സുരേന്ദ്രൻ ട്രഷറർ എന്നിവരാണ് മറ്റ് പ്രധാന ഭാരവാഹികൾ. BKS വൈസ് പ്രസിഡന്റ് ദേവദാസ് കുന്നത്ത് ഭരണസമിതിയുടെ ഏകോപന ചുമതല നിർവഹിക്കുമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം സംഘടിപ്പിച്ച 3ാമത് ഒളിമ്പ്യൻ ടി അബ്ദുൾ റഹ്മാൻ എവർ ട്രോളിംഗ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ അൽ കേരള FC ജേതാക്കളായി. സിഞ്ച് അൽ അഹ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഫൈനലിൽ GSB FCയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയാണ് അൽ കേരള കിരീടം നേടിയത്. GSB FC റണ്ണറപ്പായി. നോർത്തേൺ ഗവർണറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡെവലപ്മെന്റ് ഹെഡ് ഈസ അൽ ഖയ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള ട്രോഫികൾ KPF ഭാരവാഹികളും മുഖ്യ സ്പോൺസർമാരും ചേർന്ന് വിതരണം ചെയ്തു. മനു അൽ കേരള ടൂർണമെന്റിലെ മികച്ച താരമായും ആനന്ദ് GSB മികച്ച ഗോൾ കീപ്പറായും തിരഞ്ഞെടുക്കപ്പെട്ടു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.